ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. കഥയിൽ ഗൗരിയാണെങ്കിൽ ശങ്കർ നാട്ടുകാരെ എല്ലാം മുന്നിൽ വെച്ച് അപമാനിക്കുകയാണ്. ഗൗരി തിരിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് ആണ് ഇല്ലാതാക്കിയത്, ഇനിയും നിങ്ങളെ ഞാൻ ഭർത്താവായിട്ട് ഒരിക്കലും അംഗീകരിക്കില്ല എന്നൊക്കെ പറയുന്നു. ആണെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്നും ആരതിയും കൂട്ടിയിട്ട് പോകുന്നു. വീട്ടിലെത്തിയ ശേഷം ആരതിയോടാണെങ്കിൽ ഗൗരി പറയുന്നുണ്ട്, റോഡിൽ വെച്ച് നടന്ന കാര്യങ്ങളൊന്നും വീട്ടിൽ ആരോടും പറയരുതെന്ന്. ആരതി അപ്പോൾ പറയണ, ചേച്ചി എപ്പോഴും ഇത് തന്നെയല്ലേ ചെയ്തത്, അച്ഛനോടും അമ്മയോടും ഒരു കാര്യങ്ങളും പറഞ്ഞില്ല, അവസാനം ചേച്ചി കുറ്റക്കാരിയാകുമെന്നൊക്കെ പറയാണ്. ഗൗരി അപ്പോൾ പറയണ, തൽക്കാലം ഈ കാര്യങ്ങളൊന്നും പറയണ്ട, അവർ അല്ലാതെ തന്നെ ഒരുപാട് വിഷമിച്ചിരിക്കുകയാണെന്നൊക്കെ പറയുന്നു. ആരതി അപ്പോൾ ചേച്ചിയുടെ വാക്കുകൾ കേട്ട് സമ്മതിക്കുകയാണ്, ആരോടും പറയില്ല എന്നൊക്കെ പറയുന്നു. പിന്നീട് പ്രൊഫസറിനെ ധ്രുവനും കൂട്ടുകാരും കാണുന്നു. ധ്രുവനാണെങ്കിൽ പ്രൊഫസറോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഗൗരിയെ ഗുണ്ടയായ ശങ്കറിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചതെന്ന്. പ്രൊഫസർ അപ്പോൾ പറയുന്നുണ്ട്, ശങ്കർ എൻ്റെ മരുമകനാണ്, ഞങ്ങളുടെ കുടുംബകാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാമെന്ന്. ധ്രുവൻ അപ്പോൾ പറയണം, ഗൗരിയുടെയും ശങ്കറിൻ്റെയും വിവാഹം മുടക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെന്ന്. പ്രൊഫസർ ചോദിക്കുന്നു, നീ എന്താണ് ചെയ്തതെന്ന്. ധ്രുവൻ അപ്പോൾ പറയാണ്, ഞാനാണ് നവീനെ അടിച്ചിട്ട് ആശുപത്രിയിലാക്കിയത്, അതുപോലെ ഗൗരിയും ശങ്കറിനെയും കുറിച്ച് ചുമലിൽ എഴുതി വെച്ചതും അതും ഞാനാണ്. ഇത്രയും ചെയ്തിട്ടും ശരിയാകാതിരുന്നപ്പോഴാണ് ഞാൻ ഗൗരിയെ കിഡ്നാപ്പ് ചെയ്തതെന്നും പറയുന്നു. അത് കേൾക്കുമ്പോൾ പ്രൊഫസറിന് ദേഷ്യം വരുന്നു. പ്രൊഫസർ ആണെങ്കിൽ അടിക്കാൻ ചെല്ലുകയാണ്. ധ്രുവൻ അപ്പോൾ പറയുന്നുണ്ട്, വയ്യാതെ എന്നെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ടെന്നൊക്കെ. ധ്രുവൻ ഗൗരിയുടെ കൂടെ വണ്ടിയിലിരിക്കുന്ന ഒരു ഫോട്ടോ കാണിക്കുന്നു. ആ ഫോട്ടോ കാണിച്ചിട്ട് പറയണം, ഇതുപോലെ വേറെയും ഫോട്ടോസ് ഉണ്ട്, ആ ഫോട്ടോയൊക്കെ ആണെങ്കിൽ ഒരു അച്ഛന് കാണാൻ പാടില്ലാത്തതൊക്കെയാണെന്ന് പറയുന്നു. പ്രൊഫസർ അപ്പോൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താണ് വേണ്ടത്, നീ എന്താണ് ആ ഫോട്ടോയൊക്കെ ഡിലീറ്റ് ചെയ്യാത്തത്, ആ ഫോട്ടോയൊക്കെ ഡിലീറ്റ് ചെയ്യണമെന്ന് പറയുന്നു. ധ്രുവൻ അപ്പോൾ പറയാണ്, ഫോട്ടോ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്, എനിക്ക് 10 ലക്ഷം രൂപ തരണമെന്ന് പറയാണ്. ഒരാഴ്ചത്തെ സമയം തരാം, അതിനുള്ളിൽ എനിക്ക് 10 ലക്ഷം രൂപ തരണമെന്ന് പറഞ്ഞിട്ട് ധ്രുവൻ പോകുന്നു. വീട്ടിലേക്ക് വരുന്ന ശങ്കറിനോട് മഹാദേവനും രാധാമണി തങ്കച്ചിയും ചോദിക്കുകയാണ്, ഗൗരി വന്നില്ലല്ലേ എന്ന്. അവൾക്കാണെങ്കിൽ ഇവിടെ നിന്ന് പോയാൽ മതിയായിരുന്നു, നിന്നോടൊട്ടും സ്നേഹമില്ല എന്നൊക്കെ പറയുന്നു. അല്ലെങ്കിൽ പിന്നെ അവൾക്ക് ഞങ്ങളോട് രണ്ടുപേരോടും മാപ്പ് പറയുന്നതിൽ എന്താണൊരു തെറ്റ്, അവൾക്ക് നിന്നോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ചെയ്തേനെന്ന് പറയാണ്. അതുകൊണ്ട് നീ ഇനിയും കൂടുതൽ അവളെക്കുറിച്ച് ചിന്തിച്ച് നീ ജീവിതം പാഴാക്കരുതെന്നൊക്കെ പറയുന്നു. പിന്നീട് ശേഖരനാണെങ്കിൽ മഹാദേവൻ്റെ അടുത്ത് ചെല്ലുന്നു. ശേഖരൻ പറയാണ്, ശങ്കറിനെ റൂമിലൊന്നും കാണാനില്ല, വീണ്ടും അവൻ എവിടെയോ ഇറങ്ങിപ്പോയെന്ന് പറയുന്നു. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണമെന്ന് പറയാണ്. ആ സമയത്ത് മഹാദേവൻ പറയുന്നു, നമുക്ക് കുട്ടി ശങ്കറിനെ കൊണ്ട് വീണ്ടും ഒരു വിവാഹം കഴിപ്പിക്കാമെന്ന്. ശേഖരൻ അപ്പോൾ പറയാണ്, അത് നല്ല കാര്യമാണ്, പക്ഷെ അത് നടക്കുമോ എന്ന് ചോദിക്കുന്നു. ദേവൻ അപ്പോൾ പറയാണ്, ഞാൻ ഉറപ്പായിട്ടും അത് നടത്തിയിരിക്കുമെന്ന്. ഇവർ സംസാരിക്കുന്നതാണെങ്കിൽ വേണി കേട്ടുകൊണ്ടുവരുന്നു. വേണി വന്നിട്ട് മഹാദേവനോട് പറയാണ്, അച്ഛൻ തീരുമാനിക്കുന്നതൊന്നും നടക്കത്തില്ല എന്ന്. എൻ്റെ ചേട്ടനാണെങ്കിൽ ചുള്ളനാണ്, അതുകൊണ്ട് ചേട്ടനാണെങ്കിൽ എത്ര പെണ്ണ് വേണമെങ്കിലും കിട്ടും, പക്ഷെ എൻ്റെ കാര്യം അതുപോലല്ല, എനിക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ട ആളെ ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല, എൻ്റെ ജീവിതം എന്താകും, നിങ്ങളുടെയൊക്കെ പാവയാകാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്